പിന്നെ വലിയൊരു പ്രശ്നം അതേ മഹലിൽ തന്നെ കൊടുക്കണം. അസ്തമിക്കുന്ന സമയത്ത് എവിടെയാണോ ആളുള്ളത് അവിടെ തന്നെ കൊടുക്കണം എന്നാണ് പ്രബലം. അവിടെ ഒരു സാനിയായ കൗലുണ്ട്, നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയതാണെന്ന് ഉസ്താദന്മാരൊക്കെ പറഞ്ഞൊരു കൗലുണ്ട്. നാടും മഹലൊക്കെ മാറി കൊടുക്കുക. അസ്തമിച്ചപ്പോൾ നിങ്ങൾ കോഴിക്കോട് എഴുതി വണ്ടിയിൽ ഇങ്ങനെ പോന്നുകൊടുക്കുക. അപ്പോൾ അസ്തമിച്ചു, നാട്ടിൽ വന്നിട്ട് എന്താക്കുക? അല്ലെങ്കിൽ നിങ്ങളെ കച്ചവടം എവിടെയാണ്? സൗദി അറേബ്യയിലാണ്, ദുബായിലാണ്. ആ കച്ചവടത്തിൻ്റെ തക്കാത്ത് ഇവിടുത്തെ കുടുംബക്കാർക്കും പാവങ്ങൾക്കൊക്കെ എന്താക്കാം എന്നൊരു കൗലുണ്ട്. ആ കൗല് പ്രബലമല്ല, എന്നാൽ പറ്റ ദുർബലമല്ല, അമലിന് പറ്റും എന്ന് ഉണ്ട്. പിന്നെ ഉസ്താദിനോട് പറയണം, എന്താണ് ആ സാനിയോട് അമൽ ചെയ്താൽ? അദ്ഹറിൻ്റെ സാനിയാണ്, അത് അമൽ ചെയ്യാൻ പറ്റും. പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാനും പറ്റും. ഫത്വ ചെയ്യുമ്പോൾ മുഹത്തമത്തോണ്ടേ ഫത്വ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൗലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ തരാവുന്നില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു കൗല്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രബലമായതനുസരിച്ച് തന്നെയാണ്. അറിഞ്ഞിരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം വരും. കാരണം പള്ളിക്കത്തെ മൂല്യമാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല, നാട്ടിലേക്കാരും കൊടുത്തു. മൂപ്പരെന്താ ഉറൂബിൻ്റെ സമയമായിട്ട് ഇവിടെ ആയിട്ട് എന്താ ഇവിടെ കൊടുക്കഴിഞ്ഞത്, ഇയാൾ എന്ത് മൂല്യരാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓരോ മാണ്ടാത്ത തോന്നലൊക്കെ ഉണ്ടാവും. അറിഞ്ഞിരുന്നാൽ പല ഉപകാരങ്ങളുണ്ട് അല്ലേ? നമ്മൾ തിന്നണോ അതിലേറെ നല്ലതൊക്കെയാണ് കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടാത്ത കൊടുക്കരുത്. നമുക്ക് വേണ്ടാത്ത കാരണം അപ്പോൾ ചിലരൊക്കെ ഉണ്ട് വലിയ ദാനധർമ്മം ചെയ്യണം ഇന്നത്തെ കാലത്ത്. റേഷൻ പടിയത്തെ അരി കൊണ്ടുവന്നാണ് മൂല്യറ്റൊക്കെ വെക്കണ ക്യാൻറ്റീൻ കൊണ്ടുവന്ന് കൊടുക്കുക. ഓൽക്കൊറ്റവും വേണ്ടേനും ഇവിടെ ഈ മൂല്യറ്റുകൾ കൊടുക്കുക. കാലാകാലം €100 അരിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മൂല്യറ്റോടെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടാ സുഫി. അങ്ങനത്തെ വിളവന്മാരുണ്ട്. ഓൽക്ക് വേണ്ട. പിന്നെ കഴിഞ്ഞ കൂട്ടക്കാരെ കണ്ടുപിടിച്ചതാണ്. പള്ളിക്ക് ക്യാൻറ്റീൻ ഉണ്ടല്ലോ, അവിടേക്കും ഇങ്ങനെ കൊണ്ടു കൊടുക്കുക മാസം മാസം. അങ്ങനെ ഈ നാട്ടുകാർക്ക് ഇവിടെ ക്യാൻറ്റീൻ കൊണ്ടുകൊടുക്കുക. മൂല്യറ്റക്ക് നല്ലൊരു ചോറ് കൊണ്ടുപോകും. എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഉണ്ടെന്ന് കരുതിയോളി, വെറുതെ നുണറിയല്ല. ആ അരി കൊടുക്കലൊന്നും പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങൾ എന്താക്കരുത്, കൊടുക്കരുത്. നിങ്ങൾ തിന്നണേ അത് എന്താക്കണം, കൊടുക്കണം. നമ്മൾ കടയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ പിതൃസക്കത്തിൻ്റെ അരി ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞൊരു ചാക്ക് വേറെ വെച്ചിട്ടുണ്ടാവും, ഒരു അരി പീടിയക്കാർ. അതോ പീടിയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ജാതി മനസ്സുമായിട്ട് ചെന്നിട്ടാണ്. ഞങ്ങൾക്ക് ആ ജാതി പിതൃസക്കത്തിൻ്റെ അരിയൊന്നും വേണ്ട. അങ്ങനെ മര്യാദക്കുള്ള എന്താ നല്ല അരി അതാണ്, എന്താ പറയല്, പിന്നെ സുരേഖയെ എങ്ങനെയൊക്കെ പറയും. ബസ്മതി കൊടുക്കണം, തിരക്കടില്ല. ബസ്മതി നെയ്ച്ചും പിന്നെ മറ്റേ അരിയൊക്കെ ഉണ്ടല്ലോ കൊടുക്കുക, കായ്മയൊക്കെ കൊടുക്കേ, നല്ല കൊടുക്കണം.